കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ആ മനുഷ്യനെ ഞാനിന്ന് ചവിട്ടിക്കൊല്ലും. അതൊന്നുമല്ല ഇപ്പോഴത്തെ വിഷയം. ആ ആധാരം എന്റെ കയ്യിൽ സേഫ് ആയിട്ട് ഇരിപ്പുണ്ട്. ശാരികയുടെ കല്യാണം മുടക്കുക എന്നുള്ളതാ ഇപ്പോഴത്തെ നമ്മുടെ പൊതു ലക്ഷ്യം. അതെങ്ങനെ മുടക്കുമെന്ന് പറഞ്ഞീ? സ്വന്തം വീടിന്റെ ആധാരമാണെന്ന് കരുതിയ ശാലിനി സത്യഭാമയുടെ വീടിന്റെ ആധാരം കൊണ്ടുപോയി പണയം വെച്ചത്. ഞാൻ ആധാരം മാറ്റിവെച്ച വിവരം ശാലിനി അറിഞ്ഞിട്ടില്ല ഇതുവരെ. അതുകൊള്ളല്ലോ. ഇനി കല്യാണം മുടക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞീ? ഈ കല്യാണം മുടക്കുന്നത് ഞാനല്ല, ചേച്ചിയായിരിക്കും. ഞാനോ? അതെങ്ങനെ? ചേച്ചി ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സൂപ്പർ, ഇത് പൊളിക്കും. ബാലചന്ദ്രനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് കാലു മാറിയതിന്റെ കടം ശാലിനിയോട് വീട്ടണ്ടേ ചേച്ചിക്ക്? ഉറപ്പായും. എന്റെ വിഷ്ണുവേട്ടനെ തട്ടിയെടുത്തതിന്റെ ഒരു സെറ്റിൽമെന്റ് കൂടി ഞങ്ങൾക്കിടയിൽ ബാക്കി കിടപ്പുണ്ട്. അതിന്റെ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാ ഈ കല്യാണം മുടക്കൽ. ശരി മോളെ, എന്നാ ഞാൻ വെക്കുവാ. എല്ലാം പറഞ്ഞ പോലെ. തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാം കൂടെ താങ്ങത്തില്ല ശാലിനി നീ. ഭയങ്കരമായിട്ട് ക്ഷമ കെട്ടതുപോലെ ഉണ്ടല്ലോ. ആര് പറഞ്ഞ? അങ്ങനെയൊന്നുമില്ല. ആരും പറഞ്ഞതല്ല, മുഖം കണ്ടപ്പോ അങ്ങനെ തോന്നി. ഏയ്, എനിക്കൊരു കുഴപ്പമില്ല. അതെ, എന്താ പരിപാടി? എന്ത് പരിപാടി? കിടക്കണം. എന്നാ കിടന്നു. ഹലോ ഹലോ ഹലോ, അവിടെയല്ല, ഇവിടെ. ഇവിടെയാ? ആ, ഇവിടെ തന്നെ. വീട് മാറിയെന്ന് കരുതി പതിവിലൊന്നും ഒരു മാറ്റമില്ല. കിടല. എന്താ പോവാനോ? ഞാൻ എങ്ങോട്ട് പോവാനാ? ഇയാളോടല്ല, അത് അതിനോട് പറഞ്ഞത്. അതൊരു പല്ലിയല്ലേ, ദിനോസറൊന്നും അല്ലല്ലോ. പല്ലി എനിക്ക് പേടിയാ. ഡിനോസറിന് എനിക്ക് ഒരു പേടിയില്ല. അതെ, മനസ്സിലായില്ല. ഇല്ലാത്ത ഡിനോസറിന് എന്ത് പേടിക്കാനാ? ആ പല്ലിയാണെങ്കിൽ കടിക്കുവൻ, അറിയോ? ഇതുവരെ പല്ലി കടിച്ച ഒരാൾ മരിച്ചായിട്ട് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ആദ്യമായിട്ട് മരിക്കുന്ന ആള് ഞാനാണെങ്കിലോ? ഇയാൾ എന്നെ കളിയാക്കുവാണോ? മനുഷ്യനെ വെട്ടാനും കുത്താനും പേടിയില്ല, പല്ലിയെ പേടി. അയ്യ, കൊള്ളാം, നല്ല വിരോധാഭാസം. എനിക്ക് സത്യമായിട്ട് ഈ ജന്തുവിന് പേടിയാ. ചെറുതൊന്നുമില്ല പറഞ്ഞു വന്നു ഇയാളെ ആക്രമിക്കാൻ. എന്റെ അമ്മേ, സമാധാനായിട്ട് കിടക്കങ്ങോട്ട്. എന്റെ ശാലിനി, ഞാനെങ്ങനെ നിലത്ത് കിടക്കുന്ന സമയത്ത് അതെങ്ങനെ നിലത്ത് വീണാലോ? അനു, ഇപ്പൊ എന്ത് ചെയ്യണമെന്ന്? അതെ, ഇന്നൊരു ദിവസം, ഒരു ദിവസത്തേക്ക്
ബെഡില് ഞാൻ ശരി എന്നാ കിടന്നോ. ഓക്കേ. ഇജമ്മേ എന്തായി കാണിക്കുന്നേ? അല്ല, മനുഷ്യനെ പേടിപ്പിക്കാൻ. ജനലടയ്ക്കാൻ. ഈ ജനല് വല്ല പട്ടിയും പൂച്ചയൊക്കെ കേറിയാലേ. ഓ, എന്റെ ദേവി, പല്ലി വരാതെ കാത്തോളണേ. ഡിസ്റ്റൻസ്. ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് വേണമെന്ന്. ഇത് കൊറോണയൊക്കെ പോയില്ലേ, പിന്നെന്തോന്നു സോഷ്യൽ ഡിസ്റ്റൻസ്? ഓരോന്നും ഇയാളോട് മര്യാദക്ക് മാറി കിടക്കാനാ പറഞ്ഞത്. ഇല്ലെങ്കിലേ പല്ലിയേക്കാൾ ഭീകരയാവുന്നു. ഹലോ, എന്താ നീങ്ങി കിടക്കാനാ പറഞ്ഞേ. അല്ലെങ്കിലേ ബെഡിന് ഇറക്കി വിടിഞ്ഞ. എന്നിട്ട് കൊറേ പല്ലിയെ പിടിച്ചോണ്ട് വന്ന് ദേഹത്തെടുക്കും. വേണ്ട, ഞാൻ കിടന്നോളാം. പിന്നെ പല്ലിയുള്ള കുഞ്ഞമ്മടം മോഡല്ലേ വിളിക്കുമ്പോ വരാൻ. അതെ, കുറച്ചുകൂടെ അങ്ങോട്ട് അങ്ങോട്ട് നീങ്ങ. കുറച്ചുകൂടെ നീങ്ങ അങ്ങോട്ട്. അല്ല, പുതയ്ക്കാൻ ഭയങ്കര തണുപ്പല്ലേ? അയ്യോ, ഭയങ്കര ചൊറിച്ചില്ലേ? എന്റെ പൊന്നു പല്ലി, നിനക്ക് ഈ ലോകത്ത് ജന്മം നൽകിയവര് അനുഗ്രഹീതരാവട്ടെ. ഈ വീട്ടില് നിന്റെ സാന്നിധ്യത്തിന് അതിലേറെ നന്ദി. ഈ തലയണ കണ്ടുപിടിച്ചവനൊക്കെ തൊഴിക്കണം. വൃത്തിയിട്ടവന്മാര്. എന്തായാലും ബെഡ് വരെയൊക്കെ എത്തിയില്ലേ. പയ്യെ തിന്ന പണിയും തിന്നാന്നല്ലേ. പിന്നെ അങ്ങോട്ട് അതിരൊക്കെ മാറുന്ന ഉറപ്പല്ലേ? ഇതും കൂടി ഇട്ടപ്പോ ഓക്കെ വെയിറ്റ്. എന്റെ ദാസ, അതൊന്ന് വേഗം ആയിക്കോട്ടെ. എന്തെങ്കിലും മന്ദം പോകുന്നേ.
എന്റെ പൊന്നു ചേട്ടത് അങ്ങനെയല്ല. അവിടെയാണ് തലയിട്ട്, അല്ലാതെ ഇവിടെ അല്ല. ആശാൻ ഉഷാറ് കൂടുതലാണല്ലോ. ഏട്ടത്തിയമ്മ കാണിക്കാനായിരിക്കും. എന്താടാ ഫോണില്ലേ? ഞാൻ ചെല്ല്. ഓ, കല്യാണ ചക്കനെ പോലെ വന്നിരിക്കേ. ഹലോ വിഷ്ണു ചേട്ടാ വരൂ. അങ്ങനെ അകത്തേക്ക് ആ ചായ മടയൊക്കെ അവിടെ. ഓ ശരി. അയ്യോ ചേച്ചി എപ്പോഴായിരുന്നു? ഗിഫ്റ്റിനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അല്ല കുട്ടികളൊന്നും കൊണ്ടുവരാൻ. അവർക്ക് ക്ലാസ് ഉണ്ട്. ആ നമ്മുടെ ബാലൻ ചേട്ടന്റെ. നമസ്കാരം. വരൂ വരൂ. എന്താ സാവിത്രി കുട്ടികളെ കൊണ്ടുവന്നില്ലേ? അവർക്ക് ക്ലാസ് ഉള്ളതല്ലേ ശാരദാമ്മേ? ഓ, ഈ ഒരു ദിവസത്തെ ക്ലാസ് പോയാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. മോനെ, കല്യാണം ഇവിടെ അല്ല നടക്കുന്നത്, അപ്പുറത്താ. കഴിഞ്ഞില്ല. ഞാനിതൊക്കെ ചെയ്തോണ്ടിരിക്കല്ല ആശാനെ. ആ അങ്ങോട്ട് മാറ്റി വെക്ക് ചേട്ടാ. എന്താ ശാരദാമ്മേ, ഇളയ മരുമോനാണല്ലോ ഓടി നടന്ന് ചെയ്യുന്നത്. അതൊരു ഭാഗ്യ. എന്റെ പൊന്ന് ചേട്ടാ, അത് അവിടെ കെട്ടണ്ട. നിങ്ങൾ ചെന്ന് കാപ്പി കുടിക്കും. വിഷ്ണു ഒന്ന് ശരീരാണെങ്കിൽ ജോലി ചെയ്യണം എല്ലാരും. വരണം. എടാ രാവിലെ ഒന്നും കഴിച്ചില്ല തോന്നുന്നല്ലോ. ഞാൻ കഴിച്ചതാ, നിങ്ങൾ കഴിച്ചതല്ലേ? നീ ഇങ്ങനെ പൂവിന്റെ ചന്ത നോക്കിയിരുന്നോടാ. പെണ്ണ് പൊരിങ്ങി ഇറങ്ങി കൂടി വരും. അപ്പോഴേക്കും മണ്ടപറടിയിൽ ഇങ്ങനെ സ്വഭാവം മാറും. നമസ്കാരം. ചേട്ടാ അത് നീക്കിട്ട് മതി. അങ്ങോട്ട് നീട്ട്. അല്ല നിങ്ങളിങ്ങനെ നിക്കണ. പിന്നെ ഞങ്ങളും കൂടി പന്തലിട്ടണോ? ഇയാളല്ലേ വാക്ക് വന്നേ. രാവിലെ ആവുമ്പോ എല്ലാം റെഡി ആവോന്ന്. വെറുതെ എന്തിനാ? വാക്ക് പറഞ്ഞ വാക്ക് തന്നെയാ. അതിപ്പോ ശരിയാ. നിങ്ങൾ പോയി പെണ്ണിനെ ഒരുക്കിക്കോളൂ. പെട്ടെന്ന് ആയിക്കോട്ടോ. എടാ നിങ്ങൾ പണിയെടുക്കണം എന്റെ ഭാര്യക്ക് പിടിച്ചിട്ടില്ല കേട്ടോ. പറഞ്ഞേക്കാം. ചേട്ടാ അതെ കസാര അങ്ങോട്ട്. നമസ്കാരം. നമസ്കാരം. വരൂ വരൂ, അകത്തേക്ക് പോ. ശങ്കരേട്ടാ അത് ഓർഡർ ചെയ്ത അങ്ങനെ. ശരി 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 മോനെ. അതന്നെ. ഒന്ന് നിന്ന് ഒന്ന് നിന്ന് ഇത് എന്നിട്ട് ഇയാളുടെ ഉണ്ട കണ്ണു വെച്ചിട്ട് എപ്പോഴും എന്നെ തുറച്ചു നോക്കി പേടിപ്പിക്കണ്ടല്ലോ. അയ്യോ ആ ചേർന്ന് മാറ്റിയിടൂ. അങ്ങോട്ട് ഇങ്ങോട്ടല്ല. അയ്യോ ആ ചേർ കിടക്കുന്ന കണ്ടില്ലേ? എടോ ഇതിന്റെ ബാക്കി ഞാൻ കൊണ്ടുവരണ. ഇത് കണ്ടില്ലേ ഫില്ല് ചെയ്ത് കിടക്കണം. ഇയാളിങ്ങനെ പുതുപുത്തൻ തമാശ പറഞ്ഞ് ചിരിപ്പിക്കല്ലേ. ഇവിടെ നിന്ന് ഓവർ ആക്ടിങ് കാണിച്ച് ചണമാക്കരുത്. എന്റെ ഭർത്താവായതുകൊണ്ട് എനിക്കാ നാണക്കേട്. ഓക്കെ ശാലി പോയിട്ട് പന്തലൊരുക്കൂ. എടാ നിങ്ങൾ പെണ്ണിനെ റെഡിയാക്കണം. അല്ല പന്തല് കൺഫ്യൂഷൻ ആക്കാൻ. എന്റെ ശങ്കരേട്ടാ സംസാരിച്ചിരിക്കല്ലേ, നമുക്ക് സമയമില്ല. ശരി ശരി. ഇല്ല 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 കഴിഞ്ഞു. ചേച്ചി ശാരദാമ്മ അവിടെ ഉണ്ട്. ചേച്ചി ഒറ്റയ്ക്കുള്ള നീ ഒരുങ്ങിക്കഴിഞ്ഞോ? ഇവന്റെ കൂട്ടുകാരെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിക്കായിരുന്നു. എന്തിന്? കല്യാണം ഒന്ന് കേട്ടാ വയറ് വാടകയ്ക്ക് എടുത്തോണ്ട് വരുന്ന ഇനങ്ങളാ ചുറ്റുമുള്ളത്. അവര് വന്നാ പ്രാതല് കൊടുക്കണം, പിന്നെ ആനയിച്ചു കൊണ്ടുപോകാനുള്ള വണ്ടി വേണം. മൊത്തം ചെലവാണെന്നേ. ഇതിപ്പോ അവൻ ഒരുങ്ങിക്കഴിഞ്ഞില്ലേ, നമുക്ക് അത്രയും ലാഭം. കല്യാണ ദിവസം മൊത്തം ചെലവ് നടത്തേണ്ടത് പെൺവീട്ടുകാരാ. രാജകുമാരനെ പോലുണ്ട് എന്റെ മോൻ.
സുന്ദരിക്കൊരു പൊട്ടുകൂടി കുത്തിത്തരാം. പൊടി. ആഹാ, ഇവിടെ പൊട്ടുകുത്തല് നടക്കുന്നേ ഉള്ളോ? അവിടുന്ന് രാജീവ് സാർ ഇറങ്ങിയെന്നും പറഞ്ഞ് വിജയലക്ഷ്മിയുടെ കോളുണ്ടായിരുന്നു. അത് രാജീവ് സാറിന് ഇവിടെ താൻ തിരക്കായതുകൊണ്ടല്ലേ അമ്മേ? വരനും വധുവൊക്കെ എത്തിക്കഴിയുമ്പോഴേക്കും മണ്ഡപത്തിന്റെയും പന്തലിന്റെയും ഒക്കെ പണിയൊന്ന് തീർന്നു കിട്ടിയാ മതിയായിരുന്നു. മോളെ, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഒരവസരം നോക്കിയിരിക്കുക ആ കുട്ടിയെ കുത്താനായിട്ട്. വിഷ്ണുമോനും കൂട്ടുകാരും ഉള്ളതുകൊണ്ട് മാത്രമാ ഇതൊക്കെ എത്ര വേഗത്തിൽ പണി തീർന്നത്. ഇപ്പൊ അമ്മയും മരുമോനും ഒന്നായ. നല്ലത് ചെയ്യുമ്പോ നമ്മള് നല്ലതെന്ന് തന്നെ പറയണം. ശാരികേച്ചിയുടെ കല്യാണം മുടങ്ങാൻ കാരണം ആരാന്നമ്മ മറക്കണ്ട. എല്ലാം മംഗളമായി തന്നെ അവസാനിച്ചില്ല മോളെ. ദേ, നീ ആ കുട്ടിയായിട്ടുള്ള പിണക്കൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കണ്ട. ആ, ശാരികേച്ചിയുടെ വിവാഹം ഒന്ന് കഴിയട്ടെ. എന്റെ ഹൃദയം കരിങ്കല്ലൊന്നും അല്ല. ഞാൻ വിചാരിച്ചതുപോലെ ആളത്ര കുഴപ്പക്കാരനൊന്നും അല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് സ്നേഹിക്കേണ്ടവരുടെ പട്ടികയില് ഒരു പരിഗണനക്കിട്ടിരിക്കുക. ആ, പിന്നെ ആളോട് ഇതൊന്നും തുറന്നു പറയാനൊന്നും എനിക്ക് വയ്യ. എല്ലാ കാര്യങ്ങളെ കുറച്ച് ഓവറാ. തലക്കെറിങ്ങും മീഞ്ഞുങ്ങളെ ഒക്കെ ശരിയാവും മോളെ. ഓ എന്റെ ദേവി, തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഈ കല്യാണം ഒന്ന് നടന്നാ മതിയായിരുന്നു. രാജേശ്വരി ചേച്ചി എവിടെ പോയി കിടക്കുന്നു? ഒരു ടൈമിംഗ് ഇല്ലാത്ത സ്ത്രീ. താലി കെട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് പ്രയോജനമുണ്ടോ? രാഘവേട്ട, എന്താ മാമേ? നമ്മുടെ വീടിന്റെ ആധാരം കാണുന്നില്ല രാഘവേട്ട. കാണുന്നില്ലെന്നോ? അതെവിടെയെങ്കിലും കാണും. ഇല്ല രാഘവേട്ട, ഞാൻ അലമാര മുഴുവൻ തെരഞ്ഞതാ, എവിടെയും കാണുന്നില്ല. അലമാരയിലെ പ്രമാണങ്ങളൊക്കെ ആരോ കുഴച്ചു മറിച്ചിട്ടിരിക്കുന്നത് കണ്ടാ ഞാൻ ശ്രദ്ധിച്ചത്. ഈ വീടിന്റെ ആധാരം മാത്രം കാണാനില്ലാത്തത്. വേറെന്തെങ്കിലും പോയിട്ടുണ്ടോ? സ്വർണമോ പണമോ? വേറൊന്നും പോയിട്ടില്ല രാഘവേട്ട. ഇതാരും തെരഞ്ഞു പിടിച്ചെടുത്തോണ്ട് പോയതുപോലെയാ. അതാർക്കാ ഇപ്പൊ സത്യഭാമയുടെ വീടിന്റെ ആധാരം മോഷ്ടിക്കാൻ മാത്രം എത്ര ധൈര്യം? ശാലിനിക്ക് ടൈമിംഗ് ഇല്ലാന്ന് പറഞ്ഞത് പിൻവലിച്ചു. നല്ല പെർഫെക്റ്റ് ടൈമിംഗ്. എന്താ രാജേശ്വരി പറഞ്ഞത്? സാറിന്റെ സംശയത്തിനുള്ള മറുപടിയാ ഞാൻ പറഞ്ഞത്. ഈ വീടിന്റെ ആധാരം മോഷ്ടിക്കാൻ ധൈര്യമുള്ളത് ആർക്കാണെന്ന്. നിങ്ങളുടെ വീടിന്റെ ആധാരം ഇവിടെ തപ്പിട്ട് കാര്യമില്ല സത്യഭാമൻ. അതിപ്പോ സ്വർണ്ണക്കട മുതലാളി പോളച്ചന്റെ ലോക്കറിനുള്ളിൽ ഭദ്രമായിട്ട് ഉറങ്ങുക. അത് പണയം വെച്ച് കിട്ടിയ പൊന്നും പണവുമാ ഇപ്പൊ ശാലിനിയുടെ ചേച്ചി ശാരികയുടെ കല്യാണ പന്തലിൽ പൊടി പൊടിച്ചോണ്ടിരിക്കുന്നത്. അതിനുള്ള ധൈര്യമൊന്നും ശാലിനിക്കില്ല രാജേശ്വരി. പ്രസവിച്ച് പാലൂട്ടി വളർത്തി വലുതാക്കിയ മോനെ രാജ്യരാമായണം നിങ്ങളുടെ മൂക്കിൻ തുമ്പത്തു നിന്ന് അടിച്ചോണ്ട് പോയവൾ കാണോ സത്യമേ ഒരു ആധാരം മോഷ്ടിക്കാൻ പ്രയാസം? ഈ വീടിന്റെ അടിക്കല്ല് കൂടി വേണ്ടി വന്നാ ഇളക്കി വിൽക്കും അവള്. ധൈര്യം ചില്ലറയൊന്നും അല്ല. നിങ്ങൾ കാണുന്നതിന് മുമ്പേ കാണുന്നതാ ഞാൻ ശാലിനിയെ.
കാലുകുത്തി നിവർന്നു നിൽക്കാറാവുന്ന പ്രായത്തിൽ ജനിപ്പിച്ച അച്ഛന്റെ തിരുനെറ്റിയിൽ കരിങ്കല്ലുകൊണ്ട് മുദ്രയിട്ടവളാ അവള്. അവൾ ഇതല്ല, അതിനപ്പുറം ചെയ്യും. ശാലിനി അങ്ങനൊന്നും ചെയ്യും സർ. തെളിവോടുകൂടി തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. എന്ത് തെളിവ്? പോളച്ചനെ ഞാനിപ്പോ വിളിക്കാം. അയാളോട് ചോദിക്കേ ഞാൻ പറഞ്ഞത് സത്യമാണോന്ന്. അയ്യോ, അതാണോ ശാലിനി കഴിഞ്ഞ ദിവസം രാത്രി ഒരു ആധാരം നോക്കിക്കൊണ്ട് നിൽക്കുന്ന കണ്ടത്? ആ